Hi friends, welcome back to Filmy Table. I'm back. ഗോട്ട് ദളപതി വിജയുടെ പടം ഇന്ന് റിലീസ് ചെയ്തു. പടം കണ്ടിട്ട് എന്താണ് അഭിപ്രായം അത് പറയാനാണ് വന്നത്. വലിയ പ്രതീക്ഷയോടുകൂടെ പോയി കണ്ട പടമൊന്നുമല്ല. എന്നാലും അണ്ണന്റെ പടമല്ലേ പോയി കാണണം എന്ന് വെച്ച് പോയി കണ്ടതാണ്. 68ാമത്തെ പടം, സെക്കൻഡ് ലാസ്റ്റ് ഫീലിംഗ്. ഈ പടവും പിന്നെ ഒരു പടം കൂടി വരുന്നുണ്ട്. ഇനി ഇതും കൂടി 2 പടങ്ങളേ ഉള്ളൂ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലൊക്കെ പോയി കണ്ടതാണ് പടം. അപ്പൊ പടത്തിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോ റിവ്യൂ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ റിവ്യൂലോട്ട് പോവാം. സിനിമയിലോട്ട് വരികയാണെങ്കിൽ ഗാന്ധി, അങ്ങനെയാണ് വിജയ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ മെമ്പറാണ്. റോക്കി കീഴിൽ വരുന്ന ഒരു സ്ക്വാഡാണിത്. അപ്പൊ ഏജന്റാണ്. അപ്പോ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വിജയ് തായ്ലാന്റിൽ പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഫാമിലിയും ഉണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെടുന്നു. കൊല്ലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ തിരിച്ചു വരുന്നതും പിന്നീട് ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് ഗോട്ടിന്റെ ഒരു കഥ. പിന്നെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിജയ് അദ്ദേഹത്തിന്റെ ഒരു 1 മാൻ ഷോ തന്നെയായിരുന്നു പടത്തില്. മകൻ, അച്ഛൻ, 2 റോളിലാണ് പുള്ളി വരുന്നത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മകൻ റോള് പുള്ളി ഒരു വില്ലൻ സൈഡാണ്. അപ്പൊ അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതക്കാതലല്ലേ അതേം താണ്ടി പുരിതമാനത് എന്ന് അങ്ങനൊരു ഡയലോഗ് പുള്ളി പറയുന്നുണ്ട്. അതൊക്കെ പുള്ളി ഒരു സൈക്കോപാത്ത് ആ ഒരു രീതിയിൽ പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെർഫോമൻസ് വൈസ്. വിജയുടെ ഒരു 1 മാൻ ഷോ തന്നെയാണ് പടം. പിന്നെ പ്രഭുദേവ, പ്രശാന്ത്, ജയറാം, സ്നേഹ, ലൈല എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലും പ്രേംജി വന്ന് വിറപ്പിക്കുന്നുണ്ട്. അത് പിന്നെ വെങ്കട് പ്രഭുവിന്റെ പടമായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ പെർഫോമൻസ് അങ്ങനെയൊക്കെയാണ്. പെർഫോമൻസ് വൈസ് ഒന്നും നമുക്ക് കുറവൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഒരുപാട് സീനിയേഴ്സ് ആക്ടേഴ്സ് ആണ്. അപ്പോ അതൊക്കെ നന്നായിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാം ഓക്കെയാണ്. പിന്നെ പറയേണ്ടത്, ഇത് വരുമ്പോ തന്നെ ഒരുപാട് ഡി ഏജിങ്, AI എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് പടം വരുന്നത്. അത് എത്രത്തോളം നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഇതിലൊരു ഫസ്റ്റ് ഇൻട്രോ കാണിക്കുമ്പോ ഒരു AI കാണിക്കുന്നുണ്ട്. ഒരു വലിയ നടന്റെ ഒരു AI കാണിക്കുന്നുണ്ട്. അതൊന്നും ഒരു ഒറിജിനാലിറ്റി അങ്ങനെ ഫീൽ ചെയ്തില്ല. അത് പോട്ടെ. അത് കഴിഞ്ഞ് വിജയ്, അദ്ദേഹത്തിന്റെ മകൻ വിജയ്, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം കുറച്ചും കൂടി ചെറിയ പ്രായം കാണിക്കുന്നുണ്ട്. ആ ട്രെയിലറിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടി ചെറിയ പ്രായം കാണിക്കുന്നുണ്ട്. അതൊക്കെ തനി അയ്യോ, AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാണല്ലോ. ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതിൽ ഇന്റലിജൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ഒരു ആ സ്ക്രീനിൽ കാണുമ്പോ അറിയാം അത് പക്ക ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. അതൊരു എന്തെങ്കിലും ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നണ്ടേ, അതൊന്നും തോന്നിയിട്ടില്ല. അപ്പോ AI ഫീച്ചർ അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടൊന്നുമില്ല. അപ്പോ പിന്നെ പറയേണ്ടത് മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെയാണ്. ആ വില്ലൻ, അപ്പൊ പുള്ളിക്കൊക്കെ നല്ലൊരു വിക്കൊക്കെ കൊടുക്കാമായിരുന്നു. ഇതൊരുമാതിരി. അത് മാത്രല്ല വിജയ്, പുള്ളിയുടെ ഒരു താടിയും മീശയും അതൊക്കെ നല്ലത് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൂടെ. ഇത് ഈ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു ബോറായിട്ടാണ് തോന്നുന്നത്. നല്ല താടിയും മീശയും അതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. മേക്കപ്പിന്റെ കാര്യമൊക്കെ, ഹെയർ സ്റ്റൈൽ ആയാലും കുറച്ചൊക്കെ നന്നാക്കാമായിരുന്നു. അതൊക്കെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സുഖമായിട്ട് തോന്നിയില്ല സംഭവങ്ങളൊന്നും. പിന്നെ പറയേണ്ടത് എന്താ, മ്യൂസിക്. അത് ട്രെയിലർ കണ്ടപ്പോഴേ മ്യൂസിക് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാണ് പോയത്. എവിടെ അതുമില്ല, BGM ഇല്ല, പാട്ടുകളും ഇല്ല.
അതും തീർച്ചയായിട്ടും നിരാശപ്പെടുത്തി. പിന്നീട് എന്താ പിന്നെ പറയാനുള്ളത് വെങ്കട്ട് പ്രഭു. അദ്ദേഹം ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് ഫിലിം. അപ്പൊ അത്രയും ഒരു ഹൈപ്പ് നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന് ഒരു പടം 2 പടം കൂടെ ഉള്ളൂ. ഈ പടം കൂട്ടി ഒരു പടം കൂടി, അങ്ങനെ 2 പടം ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ഫിലിം. അപ്പൊ അത് മര്യാദക്ക് ചെയ്ത് വെക്കാമായിരുന്നു. ഇതൊരുമാതിരി വെറുപ്പിച്ചു എന്നൊക്കെ. തീരെ അങ്ങോട്ട് ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു. അത്ര മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. തീരെ ഒരു സാറ്റിസ്ഫൈ ചെയ്തില്ല. പിന്നെന്താ, അപ്പൊ അങ്ങനെയൊക്കെയാണ് പടമൊക്കെ കണ്ടു. നിങ്ങൾ വിജയുടെ ഒരു പടം കാണണം, അണ്ണന് സ്ക്രീനിൽ കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണാം. അതല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിച്ച് പോണ്ട. പിന്നെ അടുത്ത പടം വരുന്നവരെ കാത്തിരിക്കാം. ഒരു പടം കൂടി ഉള്ളു. അതാലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട്. പിന്നെ സ്ക്രീനിൽ കാണാൻ അധികം സിനിമയൊന്നും ഇല്ല. സെക്കൻഡ് ലാസ്റ്റ് ഫിലിം. അപ്പോ ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് അണ്ണനെ പോയി കാണാലോ എന്ന് പോയി കണ്ടതാണ്. ഒരു തൃപ്തിയില്ലാതെയാണ് തിയേറ്റർ വിട്ട് ഇറങ്ങിയത്. ഇനി പുള്ളി ഒരു സിനിമയും കൂടി ഉള്ളു. അപ്പൊ അതാലോചിക്കുമ്പോ നല്ല വിഷമമുണ്ട്. എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.